പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആദ്യ ശനിയാഴ്ച നമ്മൾ പരിശുദ്ധ അമ്മയുടെ വണക്കമാസമാണ്. മെയ് മാസം റാണിയുടെ മാസം എന്നാണല്ലോ ഇത് അറിയപ്പെടുന്നത്. വണക്കമാസമൊക്കെ ചൊല്ലി പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പാപികളുടെ സങ്കേതമേ, അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ ചൊല്ലാനായിട്ട് മറന്നു പോയേക്കരുത്. കുടുംബ പ്രാർത്ഥനയിലൊക്കെ നമ്മളത് സാധിക്കുന്നിടത്തോളം മുഴുവൻ വണക്കമാസം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മാമ്മയ്ക്ക് നിർബന്ധമാണ് മുഴുവൻ പ്രാർത്ഥനയും സംഭവം പ്രാർത്ഥന എല്ലാം ശരിക്കും ചൊല്ലും. ഒരു പക്ഷേ പള്ളിയിലൊക്കെ ഷോർട്ടായിട്ടായിരിക്കും ചെല്ലുന്നത്. കുടുംബ പ്രാർത്ഥനയിലൊക്കെ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിന്, അമ്മയുടെ വലിയൊരു ഇടപെടലിനെ, ആ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാനൊക്കെ കാരണമാകും കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:26. വചനം പറയാണ്, എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. യേശു പറയണതാണ് എൻ്റെ നാമത്തിൽ, അതായത് പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ പരിശുദ്ധാത്മാവിനായി ഒരു വ്യക്തി ദാഹിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് അവനെ പഠിപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനായി ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ, യേശു തന്നെ പറഞ്ഞ അങ്ങനെയല്ല, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, യേശുവിനായിട്ട് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവിൽ നിറയുക എന്നാണ്. പരിശുദ്ധാത്മാവിനായിട്ട് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ നിറയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിനത്തിൽ നമുക്ക് യേശുവിനായി പരിശുദ്ധാത്മാവിനായിട്ട് ദാഹിക്കാം. നാളെ, ഇന്നിപ്പോൾ നമ്മുടെ ബലിയർപ്പണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നാളത്തെ ബലിയിൽ ഇച്ചിരി സമയമൊക്കെ എടുക്കണം. ഷോർട്ട് മാസം തേടി പോകരുത്. വീണ്ടും വീണ്ടും ഇത് പറയണത് ചിലപ്പോഴെങ്കിലും നമ്മളൊരു കടത്തായിട്ട് നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ നിർവഹണം പലപ്പോഴും തീരാറുണ്ട്. നന്നായിട്ട് നാളെ ഒരുങ്ങി ബലിയർപ്പിച്ച് നാളത്തെ ഏക നിയോഗം എന്നുള്ളത്, എനിക്ക് യേശുവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം ഈശോയെ. ഞാൻ ലോകത്തിൻ്റെ സുഖങ്ങളുടെ പുറകിലാണ്, ഞാൻ പാപസുഖങ്ങളുടെ പുറകിലാണ്, ഞാൻ ഒരുപാട് സ്വാർത്ഥത, അശുദ്ധി, മ്ലേച്ഛത എൻ്റെ ഉള്ളിലുണ്ട്. യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യേശു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.